ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നല്ല സ്ട്രോബെറീസിൻ്റെ സീസണാണല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല റീസണബിൾ പ്രൈസിന് സ്ട്രോബെറീസ് കിട്ടാനുണ്ട്. അപ്പോൾ ഞാനോർത്ത് സ്ട്രോബെറി ജാം ഉണ്ടാക്കാമെന്നേ. നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറീസിൻ്റെ ബാക്കിലെ സ്റ്റെമ്മൊക്കെ കളഞ്ഞ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബേസ് നല്ല കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് മാറ്റാം. 450 ഗ്രാം സ്ട്രോബെറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനൊരു 1/2 കപ്പ് ഷുഗർ എടുത്താൽ മതി. ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 പീസ് ലെമനും കൂടെ സ്ക്വീസ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഷുഗറൊക്കെ ക്രിസ്റ്റലൈസ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി, നമുക്കിങ്ങനെ കട്ടിയായിട്ട് കല്ല് പോലെ ആവില്ലേ, അതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ഭയങ്കരമായിട്ട് ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ, അടി പിടിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലപോലെ ബോയിൽ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി വേറെ ഒന്നും ചെയ്യാനില്ലേ. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുക. ഇനി ഇതേ ഈ ഒരു കൺസിസ്റ്റൻസി ആവും. കുറച്ചും കൂടെ കഴിയുമ്പം പേടിക്കേണ്ട, നല്ലപോലെ നമുക്ക് നല്ല തിക്ക് ജാമായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലെൻഡറിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഇച്ചിരി ചങ്ക്സ് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിനൊരു വേറെ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നല്ല സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള, വേണമെങ്കിൽ അവനിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക, 1 മിനിറ്റ് കേട്ടോ. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഈ ബോട്ടിലോട്ടേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡിൻ്റെയോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെയെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ എടുക്കാം. സ്ട്രോബെറീസൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. പിന്നെ ഇച്ചിരി ഷുഗർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ജാഗ്രി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ശർക്കര പൊടിച്ചിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.